നമസ്കാരം. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഈ ക്ലാസ്സിൽ പറയാം. നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഈ സർക്കാർ അക്കൗണ്ടുകൾ എത്ര ഭാഗങ്ങളിലായിട്ടാണ് സൂക്ഷിക്കുന്നതാണ് ചോദ്യം. ശ്രദ്ധിച്ച് കേൾക്കണേ. സൂക്ഷിക്കുന്നതാണ് ചോദിച്ചത്, ക്ലാസിഫൈ ചെയ്യുന്നതല്ല ചോദിച്ചത്. ഇപ്പൊ സൂക്ഷിക്കുന്ന എത്ര ഭാഗങ്ങളാന്ന് ചോദിച്ചാൽ നമുക്ക് 3 ഭാഗങ്ങളിലാണ് സൂക്ഷിക്കുന്നത്, അല്ലേ? കൺസോളിഡേറ്റഡ് ഫണ്ട് അത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ 3 ഭാഗങ്ങളിലായിട്ടാണ് സർക്കാർ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം, ഓഡിറ്റിന്റെയും ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അവരുടെ രണ്ടിന്റെ പേരുടെയും, ഓഡിറ്റുകാരുടെയും അഡ്മിനിസ്ട്രേഷന്റെയും പങ്കുകൾ എന്താണ്? ആ പങ്കുകൾ എന്താണെന്ന് ചോദിച്ചാൽ അത് അതിന്റെ ക്വസ്റ്റ്യൻസ്, ആൻസറുകൾ ഓപ്പോസിറ്റ് ആണോ, അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ ആണോ, അല്ലെങ്കിൽ ഡിഫറൻ്റ് ആണോ, ഐഡന്റിക്കൽ ആണോ? ഇതാണ് ചോദിച്ചതിന്റെ ഒരു അർത്ഥം. അപ്പോൾ ഇത് ഓഡിറ്റിന്റെയും ഓഡിറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ രണ്ട് പാർട്ടികളുടെയും പങ്കുകൾ എങ്ങനെയാ? കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ ആണ്. മലയാളം പറഞ്ഞാൽ പരസ്പര പൂരകങ്ങളാണ്. അടുത്ത ചോദ്യം, സാമ്പത്തിക നിയന്ത്രണത്തിനായി ഓരോ ഗ്രാൻറ്റും അല്ലെങ്കിൽ അപ്രോപ്രിയേഷനും എത്ര യൂണിറ്റുകളായി വിഭജിച്ചിരിക്കുന്നു? സാമ്പത്തിക നിയന്ത്രണത്തിനായിട്ട് each grant or for the purpose of financial control, each grant or appropriation is divided into a number of units called. അങ്ങനെ സാമ്പത്തിക നിയന്ത്രണത്തിനായിട്ട്, എൻ്റെ ഇംഗ്ലീഷ് ഒരിക്കൽ കൂടി വായിക്കാം, മലയാളം അങ്ങോട്ട്. ഫോർ ദ പർപ്പസ് ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ ഈച്ച് ഗ്രാൻഡ് ഓർ അപ്രോപ്രിയേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് യൂണിറ്റ്സ് കോൾഡ്. അങ്ങനെ പറഞ്ഞാൽ അർത്ഥം, സാമ്പത്തിക നിയന്ത്രണത്തിനായിട്ട് ഓരോ ഗ്രാൻറ്റും അല്ലെങ്കിൽ അപ്രോപ്രിയേഷനും യൂണിറ്റുകളായി വിഭജിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. അതിൻ്റെ പേര് എന്ന് പറയുന്നത് സബ് ഹെഡ്സ് ആണ്. സബ് ഹെഡ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ സബ് ഹെഡ് എന്താ? സാമ്പത്തിക നിയന്ത്രണത്തിനായിട്ട് ഓരോ ഗ്രാൻറ്റും അല്ലെങ്കിൽ അപ്രോപ്രിയേഷനും ചെറിയ യൂണിറ്റുകളാക്കിയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ആ വിഭജിച്ചതിൻ്റെ പേര് ആണ് പിന്നെ സബ് ഹെഡ് എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടിലെ അടുത്ത ചോദ്യം, അക്കൗണ്ടിങ്ങിലെ ക്ലാസിഫിക്കേഷന്റെ പ്രധാന യൂണിറ്റ്, ക്ലാസിഫിക്കേഷൻ ആണ്, ക്ലാസിഫിക്കേഷന്റെ പ്രധാന യൂണിറ്റ് ഏതാണെന്നാണ് ചോദ്യം. അത് നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ, മേജർ ഹെഡ് ആണ് പ്രധാന യൂണിറ്റ്, മേജർ ഹെഡ്. ഇനി കേന്ദ്രത്തിന്റെ കണ്ടിൻജൻസി ഫണ്ടിന്റെ സൂക്ഷിപ്പുകാരൻ ആരാണ്? അതാണ് കേന്ദ്രം എന്ന് പറയുന്നത്. കണ്ടിൻജൻസി ഫണ്ട് നമുക്ക് അറിയാലോ, ഒരു താൽക്കാലിക സംവിധാനത്തിന് വേണ്ടി എടുക്കുകയും തിരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു ഫണ്ടാണ് കണ്ടിൻജൻസി ഫണ്ട്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ നമുക്ക് കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് ഫിനാൻസ് സെക്രട്ടറിക്ക് മുഖാന്തരം ഗവർണറുടെ അക്കൗണ്ടാണ് സംസ്ഥാനത്തിൽ, ഗവർണറാണ് സംസ്ഥാനത്തിന്റെ സൂക്ഷിപ്പുകാരൻ. എന്നാൽ കേന്ദ്രത്തിന്റെ കണ്ടിൻജൻസി ഫണ്ടിന്റെ സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ് കേന്ദ്രത്തിന്റെ. അത് സംസ്ഥാനത്തിന്റെ വരുമ്പോൾ ആരാവും? ഗവർണറാകും. ഏതിന്റെ? കണ്ടിൻജൻസി ഫണ്ടിന്റെ. ഓക്കെ. ഇപ്പൊ കണ്ടിൻജൻസി ഫണ്ട് നമ്മൾ നിരവധി തവണ പഠിച്ചതാണ്. പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ, നിയമസഭ കൂടാൻ സാഹചര്യം ഇല്ലാത്തപ്പോൾ നിയമസഭയിൽ പാസ്സാക്കാൻ സമയം വേണ്ട സന്ദർഭമുണ്ട്. പക്ഷെ എന്നാൽ പെട്ടെന്ന് ക്യാഷ് വേണം. അത്തരം ഒരു സന്ദർഭത്തിൽ പ്രിൻസിപ്പൽ ഫിനാൻസ് സെക്രട്ടറി, ധനകാര്യ സെക്രട്ടറി മുഖാന്തരം ഗവർണറുടെ അനുമതിയോടെ വാങ്ങാവുന്ന ഒന്നാണ് ഈ കണ്ടിൻജൻസി ഫണ്ട്. അതിൽ നിന്ന് പൈസ നമുക്ക് വാങ്ങാം. പക്ഷെ ആ പണം നിയമസഭ ഇത് പാസ്സാക്കിയതിന് ശേഷം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്ത്, നിയമസഭ പാസ്സാക്കാതെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഒരു പൈസ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിയമസഭ ആ ആവശ്യത്തിന് വേണ്ട ഫണ്ട് നിയമസഭ പാസ്സാക്കി കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും വിഡ്രോ ചെയ്തതിന് ശേഷം ഈ കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് എടുത്ത പണം തിരിച്ചങ്ങോട്ട് അടയ്ക്കുകയും വേണം. അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഓഫീസ് ചെലവുകൾ, അതായത് ഓഫീസ് എക്സ്പെൻസ് ഏത് ഹെഡിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? അപ്പോൾ ഓഫീസ് എക്സ്പെൻസ് എന്ന് പറയുന്ന വളരെ സ്പെസിഫിക് ആയി ഏറ്റവും താഴെ തട്ടിലെത്തി. അതിന് നമ്മൾ ഡീറ്റെയിൽ ഹെഡിനെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് ഓഫീസ് ഹെഡ് എന്ന് പറയുന്ന കണ്ടന്റ്.
ഒരുപാട് ഡീറ്റെയിൽഡ് ഹെഡുകളുണ്ട്. അതിൽ ഒരെണ്ണം ഓഫീസ് ചെലവുകൾ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ഹെഡാണ് ശരിക്കും. അടുത്ത ചോദ്യം, അപ്രതീക്ഷിതമായ ചെലവുകൾ നേരിടുന്നതിനായി രാഷ്ട്രപതിക്ക് അഡ്വാൻസുകൾ അനുവദിക്കാൻ ഉപയോഗിക്കുന്ന ഫണ്ട് ഏതാണ്? കറക്റ്റ്. ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ, അപ്രതീക്ഷിതമായ ചെലവുകൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ എന്തായി? കണ്ടിൻജൻസി ഫണ്ടായി. അപ്രതീക്ഷിതമായി ചെലവുകൾ നേരിടുന്നതിനായി രാഷ്ട്രപതിക്ക് അഡ്വാൻസ് അനുവദിക്കാൻ ഉപയോഗിക്കാവുന്ന ഫണ്ടാണ് കണ്ടിൻജൻസി ഫണ്ട്. അഡ്വാൻസ് ആണ്. അപ്പോൾ ആ ഫണ്ട് ഒരു അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരു മുൻകൂറാണ്, അത് തിരിച്ചടയ്ക്കേണ്ടതാണ്. കേന്ദ്രത്തിലെ ആവശ്യമെങ്കിൽ രാഷ്ട്രപതിക്കാണ്, അത് സംസ്ഥാനത്തെ ആവശ്യമെങ്കിൽ പിന്നെ ഗവർണർക്കാണ് സംസ്ഥാന കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കാവുന്നത്. അപ്പോൾ എന്ത് കേട്ടാൽ മതി? അപ്രതീക്ഷിതമായ ചെലവുകൾ എന്ന് കേട്ടാൽ തന്നെ എന്തായി? അത് കണ്ടിൻജൻസി ഫണ്ടിലേക്കായി. ആൻസർ നെക്സ്റ്റ്. ഓരോ മേജർ ഹെഡിനും പൊതുവെ നൽകുന്ന കോഡ് നമ്പർ എത്ര അക്കങ്ങളുള്ള അറബിക് നമ്പറാണ്? നമ്മൾ പറഞ്ഞതാണ് മേജർ ഹെഡ് പിന്നെ എത്ര അക്കങ്ങളുള്ളതാണ്? 4 അക്കങ്ങളുള്ള അറബിക് നമ്പറാണ് നമ്മൾ മേജർ ഹെഡിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞതാണ്, വിദ്യാഭ്യാസമാണെങ്കിൽ 2202 അല്ലേ? അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? 0210 അല്ലെ 2210. ഷിപ്പിംഗ് ആണെങ്കിൽ എത്ര വേറെ സംഖ്യയാണ്? 1052, 3052, അങ്ങനെ 052 അവസാനിക്കുന്ന 4 അക്ക സംഖ്യകൾ. അപ്പോൾ ആൻസർ ഇവിടെ 4 അക്ക സംഖ്യകൾ എന്നാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഹെഡ് ഏതാണ്? സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഹെഡ് എന്ന് പറയുന്നത് മേജർ ഹെഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേന്ദ്ര സർക്കാരിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഈടാക്കാൻ പാടില്ലാത്ത ചെലവ് ഏതാണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചെലവാക്കാൻ പാടില്ല. അതിന്റെ ആൻസർ പ്രധാനമന്ത്രിയുടെ ശമ്പളവും അലവൻസുകളുമാണ് ആ വിഭാഗത്തിൽ വരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ഈടാക്കാൻ പാടില്ലാത്ത ചെലവാണ് പ്രധാനമന്ത്രിയുടെ ശമ്പളവും അലവൻസുകളും. അടുത്ത ചോദ്യം, സർക്കാർ അക്കൗണ്ടുകൾ എത്ര ഭാഗങ്ങളിലായി സൂക്ഷിക്കണം? വീണ്ടും റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യമാണ്. സർക്കാർ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതാണ്. എത്ര ഭാഗങ്ങളിലായിട്ടാണ്? 3 ഭാഗങ്ങളിലായിട്ടാണ് സൂക്ഷിക്കുന്നത്. നമ്മൾ പറഞ്ഞതാണ് സർക്കാർ അക്കൗണ്ടുകൾ 3 ഭാഗങ്ങളായിട്ട് സൂക്ഷിക്കുന്നതിനെ പറ്റി വിശദമായിട്ട് നമ്മൾ പറഞ്ഞതാണ് അല്ലേ? അതിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? 3 കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിൻജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്. ആ 3 പിന്നെ വിഭാഗങ്ങളിലായിട്ടാണ് സർക്കാർ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത്. ഏതൊക്കെ? കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിൻജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട് എന്നീ 3 ഭാഗങ്ങളിലായിട്ടാണ് സൂക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം, മൈനർ ഹെഡിന് താഴെയുള്ള സബ് ഹെഡുകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? മൈനർ ഹെഡുകൾക്ക് താഴെയുള്ള സബ് ഹെഡുകൾ, മൈനർ ഹെഡിന് താഴെയുള്ളത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന ചോദ്യം. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് അതിൻ്റെ സംഘടനയാണ്, സംഘാടനം, ഓർഗനൈസേഷനാണ് ശരിക്കും അത് സൂചിപ്പിക്കുന്നത്. പുതിയൊരു മേജർ ഹെഡോ അല്ലെങ്കിൽ മൈനർ ഹെഡോ ഉൾപ്പെടുത്തണമെങ്കിൽ ആരുടെ അംഗീകാരം ആവശ്യമാണ്? ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് വിഭാഗത്തിൽ പുതിയ ഒരു മേജർ ഹെഡോ അല്ലെങ്കിൽ മൈനർ ഹെഡോ ഉൾപ്പെടുത്തണമെങ്കിൽ ആരുടെ അംഗീകാരം ആവശ്യമാണ് എന്നാണ് ചോദ്യം. അത് CAG അംഗീകാരം ആവശ്യമാണെന്ന് ഉത്തരം. പുതിയ ഒരു മേജർ ഹെഡോ അല്ലെ മൈനർ ഹെഡോ ഉൾപ്പെടുത്തണമെങ്കിൽ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ അംഗീകാരം ആവശ്യമാണ്. അടുത്ത ചോദ്യം, പൊതുവായ നിയമം അനുസരിച്ച് സർക്കാർ അക്കൗണ്ടുകളുടെ ഇടപാടുകളുടെ ക്ലാസിഫിക്കേഷൻ സർക്കാരിൻ്റെ ഡാഷ് എന്നിവയുമായി അടുത്ത ബന്ധം പുലർത്തണം. സർക്കാരിൻ്റെ ഏതുമായിട്ടാണ് അടുത്ത ബന്ധം പുലർത്തേണ്ടത്? സർക്കാർ ഇടപാടുകളുടെ ക്ലാസിഫിക്കേഷൻ. അത് എന്താ പറയുക? ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ ആക്ടിവിറ്റിയുമായിട്ടാണ് ബന്ധപ്പെടുത്തേണ്ടത്. സർക്കാരിൻ്റെ ആക്ടിവിറ്റിയുമായിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ട്, ഒരു പൊതുവായിട്ടുള്ള തത്വം പറഞ്ഞ് അതിൽ സർക്കാരിൻ്റെ ആക്ടിവിറ്റിയുമായിട്ടാണ് ബന്ധപ്പെടുത്തേണ്ടത്. നെക്സ്റ്റ്, ഒരു സാമ്പത്തിക വർഷത്തിലെ സർക്കാർ അക്കൗണ്ടുകളിലെ ഇടപാടുകൾ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഒരു ഫിനാൻഷ്യൽ ഇയറിലെ സർക്കാർ അക്കൗണ്ടുകളിലെ ഇടപാടുകൾ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ് എന്നാണ് ചോദ്യം. ആൻസർ യഥാർത്ഥത്തിൽ
ആക്ച്വൽ ക്യാഷ് റെസീറ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ്, അതായത് യഥാർത്ഥത്തിൽ പണമായിട്ടുള്ള വരവുകളും ചെലവുകളുടെയും ഒരു റെപ്രസെൻറ്റേഷനാണ് ഒരു വർഷത്തിലെ സർക്കാർ അക്കൗണ്ടുകളുടെ ഇടപാടുകൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ആക്ച്വൽ ക്യാഷ് റെസീറ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ്, അതായത് യഥാർത്ഥത്തിൽ ഉള്ള പണമായിട്ടുള്ള വരവുകളും ചെലവുകളെ പറ്റിയുമാണ് അത് പ്രതിനിധീകരിക്കുന്നത്. അടുത്ത ചോദ്യം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയോജിത ധനകാര്യ റവന്യൂ അക്കൗണ്ടുകൾ, കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത് ആരാണ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ. അത് ഫിനാൻസ് കമ്മീഷനാണ്, ധനകാര്യ കമ്മീഷനാണ്. സോറി, ധനകാര്യ കമ്മീഷനല്ല, ഞാൻ തെറ്റിപ്പോയതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയോജിത ധനകാര്യ അക്കൗണ്ടുകൾ, കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ് പിന്നെ തയ്യാറാക്കുന്നത്, ഇവിടെ പറഞ്ഞ ആൻസർ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഒരു മിനിറ്റ്. അത് സി ആൻഡ് എ ജി ആണ്. സി ആൻഡ് എ ജി ആണ്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയോജിത കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൊമേഴ്സ്യൽ ഓഡിറ്റിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? കൊമേഴ്സ്യൽ ഓഡിറ്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രസ്താവന, ഇൻഡിപെൻഡന്റ് റിവ്യൂ ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഓഫേഴ്സ് ആൻഡ് ഒപ്പീനിയൻ, സാമ്പത്തിക പ്രസ്താവനകളുടെ സ്വതന്ത്രമായ അവലോകനം നടത്തുകയും അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് കൊമേഴ്സ്യൽ ഓഡിറ്റിന്റെ പ്രധാന ലക്ഷ്യം. ഇനി റെസീറ്റ് ഹെഡ്, അതായത് റവന്യൂ അക്കൗണ്ടുകളിലെ റെസീറ്റ് ഹെഡിന്റെ കീഴിലുള്ള മേജർ ഹെഡിലെ കോഡിംഗ് രീതിയിൽ ആദ്യത്തെ അക്കം ഏതാണ് എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം 0 1 എന്നാണ്. അപ്പോൾ അതിലൊരു എക്സ്പ്ലനേഷൻ വന്നിട്ട് നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം. അതവിടെ മാറ്റി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അക്കൗണ്ട് ഹെഡുകളുടെ കോഡിംഗ് രീതി പ്രകാരം മൈനർ ഹെഡിന് എത്ര അക്കങ്ങളുള്ള കോഡായിരിക്കും ഉണ്ടാവുക? മൈനർ ഹെഡിന് 3 അക്കങ്ങളുള്ള കോഡായിരിക്കും ഉണ്ടാവുക. മൈനർ ഹെഡിന് 3 അക്കങ്ങളുള്ള കോഡായിരിക്കും ഉണ്ടാവുക, ഓർമ്മിച്ചു വെക്കുക. ഇനി ഒരു സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചെലവുകൾക്ക് അനുമതി നൽകാനുള്ള അധികാരം ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിട്ടുള്ളത്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചെലവുകൾക്ക് അനുമതി നൽകാനുള്ള അധികാരം ഏത് ആർട്ടിക്കിളിലാണ്? അത് ആർട്ടിക്കിൾ 166 3. അടുത്ത ചോദ്യം, വരുമാനത്തെക്കുറിച്ചോ ചെലവിനെക്കുറിച്ചോ ഉള്ള വിവരങ്ങളുടെ കുറവ് മൂലം അടിയന്തരമായി അന്തിമ അക്കൗണ്ടിൽ ചേർക്കാൻ കഴിയാത്ത വരവ് ചെലവിനങ്ങൾ താൽക്കാലികമായി ഏത് ഹെഡിനാണ് സൂക്ഷിക്കുന്നത്? മനസ്സിലായില്ലേ? ചോദ്യം മനസ്സിലായിട്ടുണ്ടോ? ഒരു വരുമാനത്തെക്കുറിച്ചോ ചെലവിനെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ അടിയന്തരമായിട്ട് അന്തിമ അക്കൗണ്ടിൽ ചേർക്കാൻ കഴിയാത്ത, അതുമൂലം അന്തിമ അക്കൗണ്ടിൽ ലാസ്റ്റ് അക്കൗണ്ടിൽ ചേർക്കാൻ കഴിയാത്ത റെസീറ്റും എക്സ്പെൻസും വരവ് ചെലവിനങ്ങൾ താൽക്കാലികമായിട്ട് ഒരു ഹെഡിന് കീഴിൽ സൂക്ഷിക്കണം. അതേത് ഹെഡാണെന്നാണ് ചോദിച്ചത്. അത് സസ്പെൻസ് അക്കൗണ്ടിന്റെ കീഴിലാണ് സൂക്ഷിക്കേണ്ടത്. അടുത്ത ചോദ്യം, പുതിയ ഡീറ്റെയിൽഡ് ഹെഡ് തുറക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ഡീറ്റെയിൽഡ് ഹെഡാണ്. പുതിയ ഡീറ്റെയിൽഡ് ഹെഡ് തുറക്കാൻ ആർക്കാണ് അധികാരം? അത് അക്കൗണ്ടന്റ് ജനറലിനാണ് പുതിയ ഡീറ്റെയിൽഡ് ഹെഡ് തുറക്കാനുള്ള അധികാരം. അടുത്ത ചോദ്യം, ക്ലാസിഫിക്കേഷന്റെ അവസാന സ്റ്റെപ്പായ ഡീറ്റെയിൽഡ് ഹെഡ് എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഡീറ്റെയിൽഡ് ഹെഡ് ശരിക്കും എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമ്മൾ എന്താ പറയേണ്ടത്? അതായത് ക്ലാസിഫിക്കേഷന്റെ അവസാനത്തെ തട്ടായ ഡീറ്റെയിൽഡ് ഹെഡ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ശരിക്കും പരിപാടിയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, പ്രോഗ്രാമിനെയാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ
ക്ലാസിഫിക്കേഷന്റെ ലാസ്റ്റ് ഹെഡ് തട്ടായ ഡീറ്റെയിൽഡ് ഹെഡ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ അതിന്റെ പരിപാടി, അതായത് പ്രോഗ്രാമിനെയാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, സർക്കാർ എക്സ്പെൻസിന്റെ എത്ര തട്ടുകളിലുള്ള ക്ലാസിഫിക്കേഷനാണ് കൊമേഴ്സ്യൽ ക്ലാസിഫിക്കേഷനേക്കാൾ കൂടുതൽ വിശദമായ അക്കൗണ്ട് രീതിയായിട്ട് കണക്കാക്കുന്നത്? നമ്മൾ സർക്കാർ അക്കൗണ്ടിന്റെ ക്ലാസിഫിക്കേഷൻ തന്നെ നോക്കിയാലും മതി. എത്ര എണ്ണം? 5 എണ്ണമാണ്. 5 തട്ടിലാണ് സർക്കാർ അക്കൗണ്ടിന്റെ ക്ലാസിഫിക്കേഷൻ ഉള്ളത്. വീണ്ടും ചോദിച്ച് സർക്കാർ അക്കൗണ്ടുകൾ എത്ര ഭാഗങ്ങളിലായിട്ടാണ് സൂക്ഷിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞതാണ്, 3 ഭാഗങ്ങളിലായിട്ടാണ് സർക്കാർ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം, 4 അക്കങ്ങളുള്ള അറബിക് നമ്പറിംഗ് കോഡ് നൽകിയിരിക്കുന്നത് എന്തിനാണ്? 4 അക്കങ്ങളുള്ള അറബിക് നമ്പറിംഗ് കോഡ് നൽകിയിരിക്കുന്നത് എന്തിനാണ്? അപ്പൊ 4 അക്കങ്ങളുള്ള അറബിക് കോഡ് എന്തിനാണ് നൽകിയിരിക്കുന്നത്? അത് മേജർ ഹെഡിനാണ്. നമുക്കറിയാം 4 അക്കങ്ങളുള്ള അറബിക് സംഖ്യകളിലെ കോഡ് മേജർ ഹെഡിനാണ്. വിദ്യാഭ്യാസത്തില് 02 സോറി, വേറെ നമുക്ക് എടുക്കേണ്ടത്, നമ്മൾ പലത് എക്സാമ്പിൾ പറഞ്ഞിരുന്നല്ലോ ഇവിടെ. അതിൽ വരുന്നതിൽ പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ എന്ത് വരുന്നു? പിന്നെ 0210 4 അതുപോലെ വിദ്യാഭ്യാസത്തിലാണ് 2202 ആ രീതിയിൽ വരും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഗ്രാന്റിന്റെയോ അപ്രോപ്രിയേഷന്റെയോ ചെലവിന്റെ പുരോഗതി, ചെലവിന്റെ പുരോഗതി നിരീക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിനാണ്. ഒരു ഗ്രാന്റിന്റെയോ അപ്രോപ്രിയേഷന്റെയോ ചെലവിന്റെ പുരോഗതി നിരീക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിനാണ്. അടുത്ത ചോദ്യം, സർക്കാർ അക്കൗണ്ടിൽ പ്രധാനമായും സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് പരിപാലിക്കുന്നത്. എന്നാൽ ഡാഷ് എന്നറിയപ്പെടുന്ന സാങ്കേതിക അക്കൗണ്ടുകൾ പരിപാലിക്കുന്ന കാര്യത്തിൽ ഡബിൾ എൻട്രി സിസ്റ്റം ഉപയോഗിക്കുന്നു. അപ്പൊ അതിന്റെ ആൻസർ ജേണൽ ആൻഡ് ലെഡ്ജർ എന്നാണ്. ഡബിൾ എൻട്രി സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത്, നോക്കണം, അത് ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. നിശ്ചയം അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 തരത്തിലുള്ളത് നോക്കേണ്ടി വരുന്നത്. പിന്നെ സർക്കാർ ഒരു വായ്പക്കാരനോ അല്ലെങ്കിൽ സർക്കാർ ഒരു ബാങ്കർ എന്ന നിലയോ പ്രവർത്തിക്കുമ്പോഴാണ് സിംഗിൾ സിസ്റ്റം അല്ലാതെ വേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, പിന്നെ അക്കൗണ്ടുകൾ പരിപാലിക്കുന്ന ഡബിൾ എൻട്രി സിസ്റ്റം ഉപയോഗിക്കുന്ന, എന്നാൽ ഏത് സാങ്കേതിക ടെക്നിക്കൽ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിലാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഉപയോഗിക്കുന്നത്? അത് ജേണൽ ആൻഡ് ലെഡ്ജർ എന്ന് പറയുന്ന ടെക്നിക്കൽ അക്കൗണ്ടുകൾ പരിപാലിക്കുന്ന കാര്യത്തിലാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ട്രഷറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്യാഷ് ബാലൻസ് സംസ്ഥാനത്തെ എന്തിന്റെ ഭാഗമാണ്? സ്റ്റേറ്റ് ട്രഷറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്യാഷ് ബാലൻസ് CB അതെന്തിന്റെ ഭാഗമാണ് എന്ന് അത് പറയുകയാണെങ്കിൽ പിന്നെ എല്ലാത്തിൻ്റെയും ഭാഗമാണ് ശരിക്കും. പബ്ലിക് അക്കൗണ്ടിൻ്റെയും കണ്ടിൻജൻസി ഫണ്ടിൻ്റെയും കൺസോളിഡേറ്റഡ് ഫണ്ടിൻ്റെയും 3ൻ്റെയും ഭാഗമാണ് സ്റ്റേറ്റ് ട്രഷറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, സംസ്ഥാനത്തിന്റെ കണ്ടിൻജൻസി ഫണ്ട് ആരുടെ വിനിയോഗത്തിലായിരിക്കും? അത് ഞാൻ പറഞ്ഞു, സംസ്ഥാനത്തിന്റെ കണ്ടിൻജൻസി ഫണ്ട് ആണെങ്കിൽ അത് ഗവർണറുടെ വിനിയോഗത്തിലായിരിക്കും. കേന്ദ്രത്തിന്റെ കണ്ടിൻജൻസി ഫണ്ട് ആണെങ്കിൽ അത് രാഷ്ട്രപതിയുടെ വിനിയോഗത്തിലായിരിക്കും. അടുത്ത ചോദ്യം, ഓരോ സംസ്ഥാന സർക്കാരിന്റെയും പ്രതിമാസ അക്കൗണ്ടുകളുടെ ഒരു പകർപ്പ് അക്കൗണ്ട് ജനറൽ ആർക്കാണ് സമർപ്പിക്കുന്നത്? ഓരോ സംസ്ഥാന സർക്കാരിന്റെയും പ്രതിമാസ അക്കൗണ്ടുകളുടെ ഒരു പകർപ്പ് AG ആർക്കാണ് സമർപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. AG സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. ഓരോ സംസ്ഥാന സർക്കാരിന്റെയും പ്രതിമാസ അക്കൗണ്ടുകളുടെ ഒരു പകർപ്പ് AG സമർപ്പിക്കുന്നത് ആ സംസ്ഥാന സർക്കാരുകൾക്ക് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഇന്ത്യയിലെ കേന്ദ്രത്തിന്റെയും എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും മുൻ സാമ്പത്തിക വർഷത്തിലെ അക്കൗണ്ടുകളുടെ ഒരു സംഗ്രഹം ഉൾക്കൊള്ളുന്ന പൊതുവായ സാമ്പത്തിക പ്രസ്താവനയെ എന്ത് വിളിക്കുന്നു? എന്താണ് വിളിക്കുന്നത്? അതായത് ചോദ്യം ഒരിക്കൽ ഇന്ത്യയിലെ കേന്ദ്രത്തിന്റെയും എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും മുൻ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അക്കൗണ്ടുകളുടെ സംഗ്രഹം ഉൾപ്പെടുന്ന പൊതുവായ സാമ്പത്തിക പ്രസ്താവനയെ എന്ത് വിളിക്കുന്നു എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ് എന്നാണ്. കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? സംയോജിത, മലയാളം വേണ്ടല്ലോ, കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ്. അടുത്ത ചോദ്യം, സർക്കാർ അക്കൗണ്ടുകളുടെ ഓരോ ഡിവിഷനിലും സെക്ടറുകളെ വീണ്ടും വിഭജിക്കുന്നത് ഏതു ഹെഡുകളിലേക്കാണ്? സർക്കാർ അക്കൗണ്ടുകളുടെ ഓരോ ഡിവിഷനുകളെയും സെക്ടറുകളെ വിഭജിച്ചിരിക്കുന്നത് എന്തായിട്ടാണ്? നമ്മൾ പഠിച്ചാണ്. സെക്ടറുകൾക്ക് തൊട്ട് താഴെ ആരാ ഉള്ളത്? മേജർ ഹെഡാണ്. ആൻസർ മേജർ ഹെഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓരോ മേജർ ഹെഡിനും അനുവദിച്ചിരിക്കുന്ന കോഡ് നമ്പർ എത്ര അക്കങ്ങളുള്ള അറബിക് നമ്പറാണ്? മേജർ ഹെഡിന്റെ എത്ര അക്കങ്ങളുണ്ട്? 4 അക്കങ്ങൾ ഉണ്ടാവും. അടുത്ത ചോദ്യം, അക്കൗണ്ടുകളിലെ ക്ലാസിഫിക്കേഷന്റെ പ്രധാന യൂണിറ്റ് ഏതാണ്? അക്കൗണ്ടിലെ ക്ലാസിഫിക്കേഷനിലെ രാജാവ് എന്ന് പറയുന്ന ആരാ? മേജർ ഹെഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രോഗ്രാമിന് കീഴിലുള്ള സ്കീമുകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ സർക്കാർ അക്കൗണ്ടുകളിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഒരു പ്രോഗ്രാമിന് കീഴിലുള്ള സ്കീമുകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ സർക്കാർ അക്കൗണ്ടുകളിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? അത് സബ് ഹെഡായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സബ് ഹെഡായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പുതിയ മേജർ അല്ലെങ്കിൽ മൈനർ ഹെഡ് ഓഫ് അക്കൗണ്ട് അവതരിപ്പിക്കുന്നതിന് ആരുടെ അനുമതിയാണ് ആവശ്യമുള്ളത്? അത് നമ്മൾ പറഞ്ഞതാണ്, C&AG ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് ഉള്ളത്. അടുത്ത ചോദ്യം, കണ്ടിൻജൻസി ഫണ്ടിന് നൽകിയിരിക്കുന്ന കോഡ് നമ്പർ ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടെസ്റ്റിൽ ഡിസ്കസ് ചെയ്തപ്പോൾ കാണാത്ത ഒന്നാണ്. കണ്ടിൻജൻസി ഫണ്ടിന് നൽകിയിരിക്കുന്ന കോഡ് നമ്പർ 8000 ആണ്. 8000, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. കണ്ടിൻജൻസി ഫണ്ടിന് നൽകിയിരിക്കുന്ന കോഡ് നമ്പർ 8000 ആണ്. ഇനി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അക്കൗണ്ടുകൾ ആരുടെ അംഗീകാരത്തോടെ C&AG നിർദ്ദേശിക്കുന്ന രീതിയിൽ സൂക്ഷിക്കണം? അതായത് C&AG ആരെ നിർദ്ദേശിക്കുന്ന രീതിയിലാണ് സൂക്ഷിക്കേണ്ടത്? C&AGയുടെ മേലെയുള്ളത് പ്രധാനമായിട്ടും പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന രീതിയിലാണ് C&AG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, സൂക്ഷിക്കേണ്ടത്. അടുത്ത ചോദ്യം, നിർദ്ദിഷ്ടമായിട്ടുള്ള, അത് പറഞ്ഞാല് ദ അക്കൗണ്ടന്റ് ജനറൽ ഷാൽ ഹാവ് ദ ഡിസ്ക്രിഷൻ ടു ഓപ്പൺ ദ പ്രിസ്ക്രൈബ്ഡ് ഡാഷ് ഹെഡ്. ദ അക്കൗണ്ടന്റ് ജനറലിന് വിവേചനാധികാരമുണ്ട്. ഏത് തരത്തിലുള്ള ഹെഡുകൾ തുറക്കുന്നതിന് അക്കൗണ്ടന്റ് ജനറലിന് അധികാരമുള്ളത്? ഏത് ഹെഡാ? ഡീറ്റെയിൽഡ് ഹെഡ് തുറക്കുന്നതിനാണ് അക്കൗണ്ടന്റ് ജനറലിന് അധികാരമുള്ളത്. അടുത്ത ചോദ്യം, സർക്കാർ അക്കൗണ്ടുകളിലെ ഇടപാടുകളുടെ വർഗീകരണം അല്ലെ ക്ലാസിഫിക്കേഷൻ ബന്ധപ്പെട്ട വകുപ്പിനേക്കാൾ ഉപരിയായി സർക്കാരിന്റെ ഡാഷുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അത് സർക്കാരിന്റെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ആക്ടിവിറ്റിയുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കാണ്. അടുത്ത ചോദ്യം, ഹൗ മെനി മേജർ ഹെഡ്സ് ആർ ദർ അണ്ടർ ദി കണ്ടിൻജൻസി ഫണ്ട്? കണ്ടിൻജൻസി ഫണ്ടിന്റെ കീഴിൽ എത്ര മേജർ ഹെഡുകൾ ഉണ്ട്? ഒറ്റ എണ്ണേ ഉള്ളൂ, 1. അതും പ്രധാനപ്പെട്ടതാണ്. കണ്ടിൻജൻസി ഫണ്ടിന്റെ കീഴിൽ എത്ര മേജർ ഹെഡ് ഉണ്ട് എന്ന് ചോദിച്ചാൽ കണ്ടിൻജൻസി ഫണ്ടിന്റെ കീഴിൽ ഒറ്റ മേജർ ഹെഡ് മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം, അക്കൗണ്ടിലെ മൈനർ ഹെഡ് എന്തിനെയാണ് തിരിച്ചറിയുന്നത്? അക്കൗണ്ടിലെ മൈനർ ഹെഡ് എന്തിനെയാണ് തിരിച്ചറിയുന്നത്?
മൈനർ ഹെഡ് തിരിച്ചറിയുന്നത് പ്രോഗ്രാമുകളെയാണ്. മൈനർ ഹെഡ് പ്രോഗ്രാമുകളെയാണ് തിരിച്ചറിയുന്നത്. അടുത്ത ചോദ്യം, അക്കൗണ്ട് ഹെഡുകളുടെ കോഡിങ്ങിൽ മൈനർ ഹെഡുകൾക്ക് നൽകിയിരിക്കുന്ന കോഡ് എത്ര അക്കത്തിലുള്ളതാണ്? മൈനർ ഹെഡുകൾക്ക് എത്രയുണ്ട് അക്കം? മേജർ ഹെഡിന് എത്രയുണ്ട്? 4 അക്കം. മൈനർ ഹെഡിന് 3 അക്കമുള്ള കോഡുകളാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയാനുള്ളത്. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.